ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് വ്യത്യസ്തമായ ഇഫ്താർ റെസിപ്പി ആയിട്ടാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ബജിയും ഒരു ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 2 കപ്പോളം പാൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് വെള്ളവും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് കുറച്ച് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കസ്റ്റർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ആക്കി എടുത്തത് അത് ഇതിലേക്ക് നമുക്ക് മെല്ലെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റർഡ് പൗഡർ കൂടുതൽ യൂസ് ചെയ്യേണ്ട, നമുക്ക് കുറച്ച് ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ വേണ്ടൂ. ഇനി ഇതിലേക്ക് ഞാൻ ബദാം മിക്സിൻ്റെ എസെൻസ് ഉണ്ടായതുകൊണ്ട് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് ഇത് ചൂടോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു മുട്ട ബജി തയ്യാറാക്കാം. 7 മുട്ടയോളം പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇത് ചെറിയ മുട്ടയായതുകൊണ്ട് നേർപകുതിയാക്കി. നിങ്ങൾ വലിയ മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ 4 പീസ് എന്ന വിധത്തിൽ എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില കൂടി വേണം. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ, 1 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത്. നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് സോഡാപ്പൊടി കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ജീരകം പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ കൂടി അതിൽ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നത് നല്ലോണം മിക്സ് ആക്കി എടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്ന ലൂസിലായിട്ട് ഈ ഒരു ബാറ്റർ കിട്ടണ്ട, നമുക്ക് കുറച്ച് ചെറിയൊരു തിക്നെസ്സിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പീസ് മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ കടലമാവ് വെച്ചിട്ടാണ് ബജി തയ്യാറാക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൈദയും അരിപ്പൊടിയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നമ്മൾ കടലമാവിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇത് വെച്ച് തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഉണ്ടാകുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ആ ഡ്രിങ്ക് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് കൂടി കുതിർത്തത് കൂടി ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഈ 2 റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.